നമസ്കാരം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് +1 കൊമേഴ്സിൻ്റെ 5ാമത്തെ ചാപ്റ്റർ, അതേപോലെ തന്നെ +1 കമ്പ്യൂട്ടർ സയൻസിൻ്റെ 6ാമത്തെ ചാപ്റ്റർ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ചാപ്റ്ററുകൾ എൻ്റെ നമ്പറിനകത്ത് വ്യത്യാസമേ ഉള്ളൂ, അല്ലാതെ കണ്ടന്റിന് വ്യത്യാസമൊന്നുമില്ല. ഈ 6ാമത്തെ ചാപ്റ്ററിനകത്ത് +1 കമ്പ്യൂട്ടർ സയൻസിൻ്റെ 6ാമത്തെ ചാപ്റ്ററിനകത്ത് കുറച്ച് കണ്ടന്റ് ഉണ്ട്. അത് +1 കൊമേഴ്സിൻ്റെ അടുത്ത ചാപ്റ്ററിലായിട്ട് കിടക്കും. അപ്പോൾ നിങ്ങൾ തുടർച്ചയായിട്ട് ഈ വീഡിയോ സീരീസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ ടോപ്പിക്കുകളും കിട്ടും. അത് ചിലപ്പോൾ ഒരു ചാപ്റ്റർ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടുണ്ടാവാം, പക്ഷേ നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, ഈ ക്ലാസ്സിലൂടെ കിട്ടും. ഈ സീരീസ് തുടർന്ന് ഇങ്ങനെ പാർട്ടായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഓർഡറിൽ തന്നെ കണ്ടാൽ മതി. അപ്പോൾ ചിലപ്പം മുറിഞ്ഞ അപ്പുറത്തെ ചാപ്റ്ററിലും ഒക്കെ ആയിട്ടായിരിക്കും കിടക്കുന്നത്. ഇപ്പം ഞാൻ ചാപ്റ്റർ നമ്പർ അല്ലെങ്കിൽ ചാപ്റ്റർ ഓർഗനൈസ് ചെയ്തിരിക്കുന്ന +1 കൊമേഴ്സിൻ്റെ ആ ഒരു ഓർഗനൈസേഷനിലാണ് പോകുന്നത്. എന്നാൽ സയൻസുകാരുടെ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് തമ്പനിയിൽ നിങ്ങൾ അങ്ങനെ കാണുന്നത്, അല്ലെ? 5ാമത്തെ 6ാമത്തെ ചാപ്റ്റർ എന്നൊക്കെ പറഞ്ഞ് തമ്പനിയിൽ എഴുതിയിരിക്കുന്നത് തന്നെയാണ്. ഇപ്പോൾ കണ്ടന്റ് ഏത് ചാപ്റ്ററിലാണെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്, ആ ഒരു തമ്പനിയിൽ എഴുതിയിരിക്കുന്നത്. കൺഫ്യൂഷനൊന്നും വേണ്ട, വീഡിയോസ് കാണുക, എല്ലാം പഠിക്കാനുള്ളത് തന്നെയാണ്. വീഡിയോസ് കാണുക. ഇത് കൂടാതെ കൊമേഴ്സുകാർക്ക് പഠിക്കേണ്ടതായിട്ടുള്ള കുറച്ച് ടോപ്പിക്ക് ആർക്കുണ്ട്, സയൻസുകാർക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് മാത്രമായിട്ട് അവർക്ക് ഞാൻ ക്ലാസ് ആ പാർട്ട് ചെയ്തു തരാം. ഇപ്പം രണ്ടുപേർക്കും കോമൺ ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണിത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് ഒരു പാർട്ടെങ്കിലും സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല. തീർച്ചയായിട്ടും ആ ബിഗിനിങ് പാർട്ട് തൊട്ട് ഇങ്ങനെ C++ന്റെ ബിഗിനിങ് പാർട്ട് തൊട്ട് കണ്ടുപോയെങ്കിൽ മാത്രമേ കാര്യങ്ങൾ മനസ്സിലാവത്തുള്ളൂ. അപ്പം അങ്ങനത്തെ ഒരു സബ്ജക്റ്റാണ്. പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനേക്കാൾ ഉപരി ഈ C++ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആ രീതിയിൽ പഠിക്കാൻ പറ്റും. നമുക്ക് ഇടയ്ക്കിട്ടൊന്നും പഠിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, സീരീസ് പൂർണ്ണമായിട്ട് 1 by 1 ആയിട്ട് കാണുക. നോട്ടിന്റെ കാര്യം ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്ന നോട്ട് വളരെ ബ്രീഫ് ആയിട്ടുള്ള നോട്ടാണ്. നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ക്ലാരിറ്റിയുടെ പ്രശ്നം വല്ലതും ഉണ്ടെങ്കിൽ, നോട്ട് നിങ്ങൾക്ക് വായിക്കാൻ പറ്റാത്ത ക്ലാരിറ്റി പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും യൂട്യൂബിന്റെ ക്വാളിറ്റി എങ്ങനെയാണ് കൂട്ടുന്നത്. യൂട്യൂബ് വീഡിയോ ക്വാളിറ്റി കൂട്ടുന്നത് എങ്ങനെയാണ്, മുകളിൽ കാണുന്ന ലെഫ്റ്റ് കോർണറിൽ അല്ലെ ഡോട്ട് ഉണ്ട്, ആ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ക്വാളിറ്റി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. 360, 720 അങ്ങനെയുള്ള നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. 240 ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ കൂട്ടിയിടുക, വീഡിയോ ക്വാളിറ്റി കുറച്ച് കൂട്ടിയിടുമ്പോൾ ക്ലാരിറ്റി സ്വാഭാവികമായിട്ടുണ്ടാകുമോ. വായിക്കാൻ ടെക്സ്റ്റ് വായിക്കാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ക്വാളിറ്റി കൂട്ടിയിടാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ഓക്കെ, നോട്ട് PDF ആക്കി തരുന്നതിനെ കുറിച്ച് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വർക്ക്. നോട്ട് ഓരോ ചാപ്റ്റർ PDF ആക്കിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്ത് തരാം. അപ്പം നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്ററിനെ തുടർന്ന് പഠിക്കാം. എന്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നതെന്ന് ഓർമ്മയുണ്ടോ? ചാപ്റ്ററിന്റെ പേര് ഡാറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് എന്നുള്ളതാണ്, അല്ലെ? ചാപ്റ്ററിന്റെ പേര് എന്തായിരുന്നു? ഡാറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, എന്തായിരുന്നു ഡാറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സിനകത്ത് നമ്മൾ ഡാറ്റ ടൈപ്പ് പൂർണ്ണമായിട്ട് പഠിച്ചു. അതിനുശേഷം ഓപ്പറേറ്റേഴ്സ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓപ്പറേറ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്തു. ഓപ്പറേറ്റേഴ്സ് എന്ന് വെച്ചാൽ ചിഹ്നങ്ങളാണെന്ന് പറഞ്ഞു. ചിഹ്നങ്ങൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന ചിഹ്നങ്ങളാണ്? ഓപ്പറേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ചിഹ്നമാണ്. ഓപ്പറേഷൻ എന്ത് ഓപ്പറേഷനാണ്? ക്രിയകൾ, അല്ലെ? ഒരു 2 നമ്പറുകൾ തമ്മിൽ കൂട്ടുക, കുറയ്ക്കുക, ഗുണിക്കുക, ഇതൊക്കെയാണ് ക്രിയകൾ, അതല്ലേ? അങ്ങനത്തെ ക്രിയകൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചിഹ്നങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത്? ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഒരു ക്രിയ ചെയ്യണമെങ്കിൽ ചിഹ്നങ്ങൾ മാത്രം പോരാ, അതിനോടൊപ്പം കുറച്ച് വാല്യൂസ് കൂടെ വേണം, അല്ലെങ്കിൽ കുറച്ച് മറ്റ് എലമെന്റുകൾ കൂടെ വേണം. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഓപ്പറാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഓപ്പറേഷൻ പൂർണ്ണമാകണമെങ്കിൽ ഒരു ഓപ്പറേറ്റർ മാത്രം പോരാ, ഓപ്പറാൻഡും കൂടി വേണം, അല്ലെ? ഇപ്പൊ A+B, എയും ബിയും എന്താണ്? ഓപ്പറാൻഡ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളത് കാണുക. അതായത് പ്ലസ് എന്ന് പറയുന്നത് എന്താണ്? ഓപ്പറേറ്റർ ആണ്. അതേപോലെ തന്നെ ചിഹ്നങ്ങളോടൊപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ആ വാല്യൂസിനെ, അല്ലെങ്കിൽ ആ ഒരു ഓപ്പറേഷനിൽ പങ്കെടുക്കുന്ന ചിഹ്നമല്ലാതെ പങ്കെടുക്കുന്ന മറ്റ് പാർട്ടിസിപ്പൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓപ്പറാൻഡുകൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഓപ്പറേറ്ററിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിൽ? എത്ര ഓപ്പറാൻഡുകൾ വേണം ഒരു ഓപ്പറേറ്ററിന് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി? ഒരു ഓപ്പറേറ്ററിന് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി മിനിമം എത്ര ഓപ്പറാൻഡുകൾ ആവശ്യമായിട്ട് വരുന്നുണ്ടോ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു ക്ലാസിഫിക്കേഷൻ നടത്തി. എന്താണ്? ബൈനറി ഓപ്പറേറ്റർ, ആദ്യം യൂണറി ഓപ്പറേറ്റർ, ബൈനറി ഓപ്പറേറ്റർ, ടെർണറി ഓപ്പറേറ്റർ. ബൈനറി ഓപ്പറേറ്റർ എന്തായിരുന്നു? ഒരു ഓപ്പറാൻഡ് മാത്രം മതി. ആ ഓപ്പറേറ്ററുകൾക്ക്, ആ ചിഹ്നങ്ങൾക്ക് ഓപ്പറേഷൻ പൂർത്തീകരിക്കാൻ, അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഒരു ഓപ്പറേറ്റർ മാത്രം മതിയാവും. ബൈനറി ഓപ്പറേറ്റർ എന്തായിരുന്നു? അങ്ങനത്തെ ചിഹ്നങ്ങൾക്ക്, ബൈനറി ഓപ്പറേറ്റേഴ്സ് പോലത്തെ ചിഹ്നങ്ങൾക്ക്, അല്ലെങ്കിൽ ആ കാറ്റഗറിയിൽ വരുന്ന ചിഹ്നങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ക്രിയ ചെയ്യണമെങ്കിൽ എന്ത് വേണം? 2 ഓപ്പറാൻഡുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ക്രിയ ചെയ്യുവാൻ കഴിയൂ. അതേപോലെ തന്നെയാണ് എന്ത്? ടെർണറി ഓപ്പറേറ്റർ, അല്ലെ? ടെർണറി ഓപ്പറേറ്ററിന് 3 ഓപ്പറാൻഡുകളിനകത്ത് ക്രിയ ചെയ്യുന്നതാണ് എന്ത്? ടെർണറി ഓപ്പറേറ്റർ. ഏതായിരുന്നു ടെർണറി ഓപ്പറേറ്റർ? കണ്ടീഷണൽ ഓപ്പറേറ്റർ. ഒരു ക്വസ്റ്റ്യൻ മാർക്ക്, ഫുൾ കോളൻ. കഴിഞ്ഞ ക്ലാസ് കണ്ടവർക്ക് മനസ്സിലാവത്തുള്ളൂ. കാണാത്തവരായിട്ട് ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്നും
മനസ്സിലാവത്തില്ല. തീർച്ചയായിട്ടും ഇതിന് മുന്നിലത്തെ വീഡിയോ കണ്ടതിന് ശേഷം മാത്രമേ ഇത് കാണാവുള്ളൂ. അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്ക് അതിന്റെ ബാക്കിയായിട്ടുള്ള ടോപ്പിക്കിലേക്ക് പോകാം. അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് വരെ പറഞ്ഞു നിർത്തിയിരുന്നു. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്തായിരുന്നു? നമ്മൾ പഠിച്ചിട്ടുള്ള പ്ലസ് മൈനസ് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഒക്കെ ആയിരുന്നു. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിനകത്ത് ഒരു സ്പെഷ്യൽ ഓപ്പറേറ്റർ നമ്മൾ പഠിക്കുന്നുണ്ടായിരുന്നു. എന്താണ്? നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത അല്ലെ സ്കൂളുകളിൽ പഠിച്ചിട്ടില്ലാത്ത ഒരു ഓപ്പറേറ്റർ ഉണ്ടായിരുന്നു, മൊഡ്യൂളോ ഓപ്പറേറ്റർ അല്ലെ മോഡ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ മോഡുലസ് ഓപ്പറേറ്റർ എന്ന് വിളിക്കുന്ന സാധനം. ഒരു പെർസെന്റേജ് സൈൻ ആയിരുന്നു. സിമ്പിൾ നോക്കുമ്പോൾ പെർസെന്റേജ് ആയിരുന്നു. ഓർമ്മയുണ്ടാവും എല്ലാവർക്കും. അത് എന്തിനു വേണ്ടിയായിരുന്നു ഉപയോഗിക്കുന്നത്? അത് ഉപയോഗിക്കുന്നത് റിമൈൻഡർ കണ്ടുപിടിക്കാൻ വേണ്ടിയായിരുന്നു. ഓക്കെ, റിലേഷണൽ ഓപ്പറേറ്റർ എന്താന്ന് നോക്കാം. നമ്മളപ്പം അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് വരെയായിരുന്നു പറഞ്ഞു നിർത്തിയിരുന്നത്. നമുക്ക് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്താന്ന് നോക്കാം. റിലേഷണൽ ഓപ്പറേറ്റർ, ആ വാക്കിലുണ്ട് റിലേഷൻ, ബന്ധം എന്നല്ല. റിലേഷൻ എന്ന് വെച്ചാൽ ബന്ധമാണ്. അപ്പൊ ഇവിടെ എന്ത് ബന്ധമാണ്? എന്ത് ബന്ധം കണ്ടുപിടിക്കാനാണ്? രണ്ട് സംഖ്യകൾ തമ്മിൽ വലുത് ചെറുത്, തുല്യമാണോ വലുതാണോ ചെറുതാണോ, അങ്ങനത്തെ ബന്ധങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സ് ആണ് റിലേഷണൽ ഓപ്പറേറ്റർ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങൾ സ്കൂളുകളിൽ പഠിച്ചിട്ടുള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അതുപോലെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഈ ഓപ്പറേറ്റേഴ്സ് ഒക്കെയാണ് എന്ന് വെച്ചാൽ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. നോട്ട് ഈക്വൽ ടു. ഈ നോട്ട് ഈക്വൽ ടു കമ്പ്യൂട്ടറിൽ വരുമ്പോൾ ഈ ചിഹ്നം ആയിരിക്കത്തില്ല. നോട്ട് ഈക്വൽ ടു കമ്പ്യൂട്ടറിൽ വരുമ്പോൾ ഒരു എക്സ്ക്ലമേഷൻ മാർക്കിന് ഒരു ഈക്വൽ ടു ആയിരിക്കും കിട്ടുന്നത് കേട്ടോ. നോട്ട് ഈക്വലിന് തുല്യമായിട്ടുള്ള ക്രിയ കമ്പ്യൂട്ടറിൽ ചെയ്യുമ്പോൾ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഈക്വൽ വരും. നമുക്ക് ഓരോ നോക്കാം. അപ്പൊ ഇങ്ങനത്തെ ചിഹ്നങ്ങളാണ് എന്ത് പറയുന്നത്? റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. ഈ ചിഹ്നങ്ങളെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഒരു റിലേഷണൽ ഓപ്പറേഷൻ എന്ന് വെച്ചാൽ എന്താണ്? റിലേഷണൽ ഓപ്പറേറ്റർ ഉപയോഗിച്ച് ചെയ്യുന്ന ക്രിയകളെയാണ് എന്ന് പറയുന്നത് റിലേഷണൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത് അല്ലെ. ഒരു റിലേഷണൽ ഓപ്പറേഷന്റെ റിസൾട്ട് എപ്പോഴും എന്തായിരിക്കും? ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ എഴുതി വെക്കുകയാണ് 10 ഗ്രേറ്റർ ദാൻ 20. ഇത് ശരിയോ തെറ്റോ? 10 20നേക്കാൾ വലുതാണെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഒറ്റടിക്ക് പറയും ഇത് തെറ്റാണ് സാറേ, ഇത് തെറ്റാണ്, 10 ഗ്രേറ്റർ ദാൻ 20 ശരിയല്ല. അപ്പൊ ഇതിന്റെ റിസൾട്ട് എന്താണ്? ഫോൾസ് എന്ന് നമ്മൾ പറയും. എന്നാൽ ഇവിടെ എഴുതി വെക്കുവാണെങ്കിൽ 20 ലെസ് ദാൻ 21, 20 21നേക്കാൾ ചെറുതാണ് എന്ന് എഴുതി വെക്കുകയാണ്. നിങ്ങൾ ഉടനെ പറയും ഇതും തെറ്റാണ്, 20 21നേക്കാൾ ചെറുതല്ല. അടുത്ത് എഴുതി വെക്കുകയാണ് 20 ഗ്രേറ്റർ ദാൻ 10 എന്ന് എഴുതി വെച്ചു. 20 ഗ്രേറ്റർ ദാൻ 10 എന്ന് എഴുതുമ്പോൾ ശരിയാണ്, ഈ പറഞ്ഞിരിക്കുന്നത് ശരിയാണ്, ട്രൂ ആണെന്ന് നിങ്ങൾ പറയും. അപ്പം റിലേഷണൽ ഓപ്പറേറ്റർ ഉപയോഗിച്ച് എഴുതുന്ന റിലേഷണൽ ഓപ്പറേഷനുകളുടെ റിസൾട്ട് എപ്പോഴും എന്തായിരിക്കും? ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. അതും അറിഞ്ഞിരിക്കണം. റിലേഷണൽ എക്സ്പ്രഷനുകളുടെ അല്ലെങ്കിൽ റിലേഷണൽ ഓപ്പറേഷനുകളുടെ റിസൾട്ട് എപ്പോഴും എന്തായിരിക്കും? ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. C++നകത്ത് ട്രൂവിനെ സൂചിപ്പിക്കാൻ വേണ്ടി ട്രൂവിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ട്രൂവിന് വേണ്ടി 1 എന്നും ഫോൾസിന് വേണ്ടി 0 എന്നുമാണ് C++ ഉപയോഗിക്കുന്നത് കേട്ടല്ലോ. അപ്പൊ ട്രൂ എന്ന് പറയുന്ന അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി 1ഉം ഫോൾസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന 0 എന്ന് പറയുന്ന വാല്യൂ വെച്ചായിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഒരു എക്സ്പ്രഷൻ ഇപ്പൊ നേരത്തെ എഴുതിയ എക്സ്പ്രഷൻ അങ്ങനെയാണെങ്കിൽ 20 ഗ്രേറ്റർ ദാൻ 10 എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതിന്റെ റിസൾട്ട് 1 ആണോ 0 ആണോ? 1 എന്ന് വെച്ചാൽ എന്താണ്? ട്രൂ ആണെങ്കിൽ 1, ഫോൾസ് ആണെങ്കിൽ 0. ഇതിന്റെ റിസൾട്ട് ട്രൂ ആണോ? 20 10നേക്കാൾ മുകൾ അല്ലെങ്കിൽ വലിയ വാല്യൂ ആണെന്നാണ് എഴുതിയിരിക്കുന്നത്. ശരിയാണ്, ഇത് ട്രൂ ആണ്. ദാറ്റ് മീൻസ് ഇതിന്റെ റിസൾട്ട് 1 ആണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ C++ നമ്മൾ ട്രൂവിനെ ഫോൾസിനെ റെപ്രസെന്റ് ചെയ്യുന്ന 1ഉം 0 എന്ന് പറയുന്ന രണ്ട് വാല്യൂസ് യൂസ് ചെയ്താണ്. അപ്പം മനസ്സിലാക്കുക, റിലേഷണൽ ഓപ്പറേറ്ററുകൾ ഉപയോഗിച്ചെഴുതുന്ന എല്ലാ ഓപ്പറേഷനും അല്ലെങ്കിൽ എക്സ്പ്രഷൻ, ഓപ്പറേഷനിൽ മറ്റൊരു പേരാണ് എക്സ്പ്രഷൻ എന്ന് പറയും കേട്ടോ. അപ്പൊ എക്സ്പ്രഷൻ എന്താണെന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ റിലേഷണൽ ഓപ്പറേറ്ററുകൾ ഉപയോഗിച്ചെഴുതുന്ന ക്രിയകളുടെ റിസൾട്ട് എപ്പോഴും എന്തായിരിക്കും? ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. അത് ഓർത്തു വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡെഫിനേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. Okay. Relational operators are used for comparing numeric data. രണ്ട് നമ്പർ ടൈപ്പിലുള്ള ഡേറ്റ മാത്രമേ കമ്പയർ ചെയ്യാൻ പറ്റൂ. അല്ലെ A ലെസ് ദാൻ B അല്ലെങ്കിൽ രണ്ട് വാല്യൂസ് അല്ലെങ്കിൽ രണ്ട് പേരുകൾ അങ്ങനെയുള്ള ഡേറ്റകളൊന്നും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. എപ്പോഴും നമ്പർ ടൈപ്പിലുള്ള ഡേറ്റകളെ ആയിരിക്കും എന്ത് യൂസ് ചെയ്യുന്നത്? റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ച് കമ്പയർ ചെയ്യുന്നത്. അല്ലെ എഴുതിയിട്ടുണ്ട് എന്താണ്? ഇതൊരു ബൈനറി ഓപ്പറേറ്റർ ആണ്. നമുക്കറിയാം ബൈനറി ഓപ്പറേറ്റർ എന്ന് വെച്ചാൽ എന്താണ്? രണ്ട് ഓപ്പറാൻഡുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ബൈനറി ഓപ്പറേറ്ററിനകത്ത് വരുന്നതാണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. ഈ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ത് തന്നെയായിരുന്നു? ബൈനറി ഓപ്പറേറ്ററിനകത്ത് വരുന്നതാണ്. ഇതിന്റെ റിസൾട്ട് ഒന്നുകിൽ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. ട്രൂവിന്റെ ബ്രാക്കറ്റിൽ 1 എന്നിട്ടിരിക്കുന്നുണ്ടോ? ഫോൾസിന്റെ ബ്രാക്കറ്റിൽ 0. ട്രൂവിനെ 1 എന്നും വിളിക്കും, അല്ലെങ്കിൽ ഫോൾസിനെ നമ്മൾ 0 കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ട്രൂവിനെ നമ്മൾ 1 കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യും, ഫോൾസിനെ നമ്മൾ 0 കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യും.
ഈ ഓപ്പറേറ്റേഴ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലെ. എന്താണ് ഗ്രേറ്റർ ദാൻ ഓപ്പറേറ്റർ, ലെസ് ദാൻ ഓപ്പറേറ്റർ, ഇത് രണ്ട് ഈക്വൽ ടു. ഇത് ശ്രദ്ധിച്ചോണേ, പിന്നീട് നമ്മൾ ഇതിനെ കുറിച്ച് പഠിക്കും. അപ്പൊ ഇതിനെ നമ്മൾ ഈക്വൽ ടു എന്നാണ് പറയുന്നത്. അപ്പൊ സാധാരണ ഈക്വൽ ടു ഉണ്ടല്ലോ മാത്സിനകത്തുള്ളതൊക്കെ നമ്മൾ ഒരു ഈക്വൽ ടു, ഇതിനെ നമ്മൾ വിളിക്കുന്നത് ഒരു അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്നാണ്. മാറിപ്പോരുത്. ഇവിടെ രണ്ട് C++ രണ്ട് ഈക്വൽ ടു ഇടുന്നതിനെയാണ് നമ്മൾ ഡബിൾ ഈക്വൽ ടു എന്നൊന്നും വിളിക്കാറില്ല. ചിലപ്പോൾ എളുപ്പത്തിന് വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി ഡബിൾ ഈക്വൽ ടു എന്ന് പറയുന്നുണ്ടാവാം. രണ്ട് ഈക്വൽ ടു ചേർത്തിടുമ്പോൾ അതിനെ ഈക്വൽ ടു എന്നും, എന്നാൽ ഒരു ഈക്വൽ ടുവിനെ നമ്മൾ വിളിക്കുന്ന പേര് അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്നാണ് കേട്ടോ. അത് മാറിപ്പോരുത്, നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. അപ്പൊ ഈ ഡബിൾ ഈക്വൽ ടു ഒക്കെ വരുന്ന ഇത് എന്തിനകത്ത് വരുന്നതാണ്? റിലേഷണൽ ഓപ്പറേറ്റർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. റിലേഷണൽ ഓപ്പറേറ്ററിനകത്ത് വരുന്നതാണ് ഗ്രേറ്റർ. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ നോട്ട് ഈക്വൽ ടു, ഇത് നമ്മുടെ മാത്സിനകത്താണ്ട് ഇതിന് തുല്യമാണ്. നമ്മൾ ഈക്വൽ ടു ഇട്ടിട്ട് വെട്ടത്തില്ലേ, അതിന് തുല്യമായിട്ടുള്ള ഒരു ഓപ്പറേറ്റർ ആണ് നോട്ട് ഈക്വൽ ടു എന്ന് പറയുന്ന ഓപ്പറേറ്റർ. ഓക്കെ, ഈ ചാർട്ട് ഈ ടേബിൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട്. രണ്ട് വേരിയബിൾ ഉണ്ട്. എമ്മിന്റെ വില 12, എന്നിന്റെ വില 5. അങ്ങനെയാണെങ്കിൽ 12നേക്കാൾ ചെറുതാണ് എന്ന് എഴുതിയാൽ ശരിയാവില്ല. എമ്മിന്റെ വില 12 ആണ്, എന്നിന്റെ വില 5 ആണ്. 12 5നേക്കാൾ ചെറിയായിട്ടുള്ള വാല്യൂ ആണോ? അല്ല. അപ്പൊ അതിന്റെ റിസൾട്ട് 0, ഫോൾസ്. എന്നാൽ എം ഗ്രേറ്റർ ദാൻ എന്ന് എഴുതിയാൽ ശരിയാണ് അല്ലെ. 12 എന്താണ്? 5നേക്കാൾ വലിയ വാല്യൂ ആണ്. അതുകൊണ്ട് അതിന്റെ താഴെ 1, ട്രൂ. ട്രൂവിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് 1. ഇനി എം എന്താണ്? 5നേക്കാൾ, എം എന്ന് വെച്ചാൽ 12ഉം n എന്ന് വെച്ചാൽ 5 ആണ് അല്ലെ. 12 എന്ന് പറഞ്ഞാൽ 5നേക്കാൾ ചെറുതോ അല്ലെങ്കിൽ തുല്യമോ ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ചെറുതും അല്ല തുല്യവുമല്ല, അപ്പൊ അവിടെ ഫോൾസ്. ഇനി അടുത്ത എന്താണ്? എം എന്ന് പറയുന്നത് എന്നിനേക്കാൾ ഗ്രേറ്ററോ ഓർ ഈക്വലോ. അപ്പൊ ഇവിടെ ഗ്രേറ്റർ ആണ് അല്ലെ. 12 5നേക്കാൾ വലിയ വാല്യൂ അല്ലേ. ഈക്വൽ ആവണമെന്നില്ല, ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാൽ മതി. ഒന്നുകിൽ ഗ്രേറ്റർ അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കണം അല്ലെ. ഗ്രേറ്റർ ആണെങ്കിലും ഈക്വൽ ആണെങ്കിലും റിസൾട്ട് ട്രൂ ആയിരിക്കും. ഇവിടെ ഇപ്പൊ ഗ്രേറ്റർ ആണ്, അതുകൊണ്ട് റിസൾട്ട് എന്താണ്? 1 അല്ലെങ്കിൽ ട്രൂ. മനസ്സിലാവുന്നുണ്ടോ? എം നോട്ട് ഈക്വൽ ടു എൻ, എമ്മും എന്നും തുല്യമല്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. എമ്മും എന്നും തുല്യമല്ലല്ലോ. എമ്മും എന്നും 12 5 തുല്യമല്ല അല്ലെ. അപ്പൊ അത് ട്രൂ ആണ്, ശരിയാണ്. എം നോട്ട് ഈക്വൽ. എന്നാൽ എം ഈക്വൽ ടു എന്ന് എഴുതിയാലും ശരിയാവോ? ഇല്ല. എമ്മും എന്നും തുല്യമാണെന്നാണ് എന്റെ മീനിങ്. അങ്ങനെ എഴുതിയാൽ ശരിയാവത്തില്ല, അതിന്റെ റിസൾട്ട് ഫോൾസ് ആണ്. ബാക്കി ഓരോ വാല്യൂസ് കൊടുത്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. കണ്ടെടുത്ത് 2 റോയ്ക്കകത്ത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാമെങ്കിൽ അതേ ഓക്കെ ആണല്ലോ. അപ്പൊ ഇതാണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് ലോജിക്കൽ ഓപ്പറേറ്റർ ആണ്. ലോജിക്കൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച റിലേഷണൽ ഓപ്പറേറ്റർ ഉപയോഗിച്ച് എഴുതുന്ന റിലേഷണൽ എക്സ്പ്രഷനുകളെ അല്ലെങ്കിൽ റിലേഷണൽ ഓപ്പറേഷനുകളെ, ഒന്നിൽ കൂടുതൽ റിലേഷണൽ ഓപ്പറേഷനുകളെ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ലോജിക്കൽ ഓപ്പറേറ്റർ 3 ഉണ്ട്. ഈ 3 കമ്പൈൻ ചെയ്യാൻ വേണ്ടി തന്നെയല്ല യൂസ് ചെയ്യുന്നത്. ആദ്യം 2 നമുക്ക് പഠിക്കാം. അതായത് നമ്മുടെ ഡെഫിനിഷൻ ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. ലോജിക്കൽ നമ്മുടെ റിലേഷണൽ എക്സ്പ്രഷനുകളെ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നതിന് വൈഡായിട്ട് കുറെ മറ്റ് യൂസേജ് ഒക്കെ ഉണ്ട്. അത്രയും നമ്മളിപ്പോൾ പഠിക്കേണ്ട. ഒരു +1 ലെവലിൽ നിന്ന് പഠിക്കുമ്പോൾ നമുക്ക് ഇത്രയൊക്കെ അറിഞ്ഞാൽ മതി. എന്നാൽ ഇനി മറ്റു കുറെ ആൻഡ് ഓപ്പറേഷനൊക്കെ വേറെ കുറെ കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ പഠിക്കുന്ന ലോജിക്കൽ ഓപ്പറേറ്റർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂസ് ടു കമ്പൈനിങ് റിലേഷണൽ ഓപ്പറേഷൻ. ടെക്സ്റ്റിനകത്ത് എഴുതിയിരിക്കുന്ന അതേ ഡെഫിനേഷൻ തന്നെയാണ് ഞാനിവിടെ കോപ്പി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ പഠിക്കാം. എന്താണ് കമ്പൈനിങ്? എന്താണ് റിലേഷണൽ ഓപ്പറേഷൻസ് അല്ലെ. റിലേഷണൽ ഓപ്പറേഷനുകളെ കമ്പൈൻ ചെയ്യുക. അപ്പൊ റിലേഷണൽ ഓപ്പറേഷൻ എന്താണ്? ഫോർ എക്സാമ്പിൾ 20 ഗ്രേറ്റർ ദാൻ 10 അല്ലെ, അല്ലെങ്കിൽ 10 ലെസ് ദാൻ 5. ഇതൊക്കെയാണ് റിലേഷണൽ ഓപ്പറേഷനുകൾ എന്ന് പറയുന്നത്. ഇതിനെ കമ്പൈൻ ചെയ്യാൻ വേണ്ടി, ഒന്നിൽ കൂടുതൽ റിലേഷൻ എക്സ്പ്രഷനെ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? ഈ ലോജിക്കൽ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇതിന്റെ റിസൾട്ട് ഒന്ന് തന്നെയായിരിക്കും. ഈ ലോജിക്കൽ ഓപ്പറേറ്റർ ഉപയോഗിച്ച് ഇതിനെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാലും റിസൾട്ട് എന്തായിരിക്കും? ട്രൂവും ഫോൾസും തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നോ? നമുക്ക് ഏതൊക്കെയാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് നോക്കാം. ഇത്രയാണ് 3 ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണുള്ളത്. ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ, ലോജിക്കൽ നോട്ട്. ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ, ലോജിക്കൽ നോട്ട്. ഈ 3 സിമ്പലുകളുമാണ് നമ്മൾ C++ ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്നത്. അല്ലെ ആൻഡ് എഴുതി വെക്കാറില്ല, ഓറൊന്നും എഴുതാറില്ല. ഓറിന് പകരം ഉപയോഗിക്കുന്ന 2 വെർട്ടിക്കൽ ലൈന്, 2 വെർട്ടിക്കൽ ബാറുകളാണ് എഴുതുന്നത്. അതേപോലെ തന്നെ നോട്ടിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഒരു എക്സ്ക്ലമേഷൻ മാർക്കാണ്. ആൻഡിന് വേണ്ടി ഉപയോഗിക്കുന്നത് 2 ആമ്പർസാൻഡ് സൈനാണ്. 2 ആമ്പർസാൻഡ് സൈനാണ് യൂസ് ചെയ്യുന്നത്. നോക്കിക്കോളാം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ സിമ്പലുകളാണ് നമുക്കറിയേണ്ടത്. അതിന്റെ പേരുകളാണ് ലെഫ്റ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നത്. അതിന്റെ പേരുകളാണ് ലെഫ്റ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നത്. ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ, ലോജിക്കൽ നോട്ട്. മനസ്സിലാവുന്നോ? ആ സിമ്പലുകൾ നോക്കി വെക്കുക. അതിന്റെ പേരുകളാണ് ലെഫ്റ്റ് സൈഡിൽ നെയിം, സിമ്പലുകളാണ് നമ്മൾ പ്രോഗ്രാമിനകത്ത് ഉപയോഗിക്കുന്നത്. ആൻഡ് ഓപ്പറേറ്റർ എന്ന് വെച്ചാൽ 2 ആൻഡ് ഇടണം. വെറുതെ ഇട്ടിരിക്കില്ല, 2 ആൻഡ് അടുപ്പിച്ചിടുന്നത് തന്നെയാണ് ആൻഡ് ഓപ്പറേറ്റർ. അല്ല ഒരു സിമ്പൽ, ഒരു ആമ്പർസാൻഡ് സിമ്പിൾ ഇട്ട് കഴിഞ്ഞാൽ അത് ആൻഡ് ആവത്തില്ല. 2 ആമ്പർസാൻഡ്, ഇപ്പോൾ ഒരു ആമ്പർസാൻഡ് സിമ്പിൾ ഇട്ട് കഴിഞ്ഞാൽ അത് ആൻഡ് ആവത്തില്ല. 2 ആമ്പർസാൻഡ് സിമ്പിൾ ഇട്ടെങ്കിൽ മാത്രമേ ആൻഡ് ആയിട്ട് കൺസിഡർ. അതേപോലെ ഓറും അതേപോലെ 2 ലൈൻ ഇട്ടെങ്കിൽ മാത്രമേ ഓറാവത്തുള്ളൂ. നോട്ട് ഓക്കെ ആണല്ലോ. എന്താണ് കമ്പൈൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. എങ്ങനെയാണ് കമ്പൈൻ ചെയ്യുന്നത്? ഇപ്പൊ ആൻഡ് ഓപ്പറേഷൻ എങ്ങനെയാണ് കമ്പൈൻ ചെയ്യുന്നത് നോക്കാം. ഇപ്പൊ 2 റിലേഷണൽ എക്സ്പ്രഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു റിലേഷണൽ എക്സ്പ്രഷൻ, ഇപ്പം എക്സാമ്പിൾ ഞാൻ നേരത്തെ റിലേഷണൽ എക്സ്പ്രഷൻ എക്സാമ്പിൾ കാണിച്ചത്. ഇപ്പം 20 ഗ്രേറ്റർ ദാൻ 40 ഒരു റിലേഷണൽ എക്സ്പ്രഷൻ ആണ്. 40 ലെസ് ദാൻ 10 ഇത് മറ്റൊരു റിലേഷണൽ എക്സ്പ്രഷൻ ആണ്.
അപ്പൊ ഇത് ഈ റിലേഷണൽ എക്സ്പ്രഷൻ 1ഉം ഇത് എക്സ്പ്രഷൻ 2 ആണ് എന്ന് വിചാരിക്കാം. വേറെ എന്തുവാണെങ്കിലും ആയിക്കോട്ടെ, ഇതിനെ നമുക്ക് എക്സ്പ്രഷൻ 1 എന്നും എക്സ്പ്രഷൻ 2 എന്നും വിളിക്കാം. അപ്പൊ ഇതിനെ നമ്മൾ കമ്പൈൻ ചെയ്യുകയാണ്. എന്തുപയോഗിച്ച്? ആൻഡ് ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യാണ്. ആൻഡ് ഉപയോഗിച്ച് കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ ഇത് എങ്ങനെയാണ് കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ റിസൾട്ട് വരുന്നത് നോക്കാം. ഇതിന്റെ ഫൈനൽ റിസൾട്ട് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഇതിനൊരു റിസൾട്ട് ഉണ്ടാവും, ഇതിനൊരു റിസൾട്ട് ഉണ്ടാവും. ആദ്യത്തെ ഈ എക്സ്പ്രഷൻ 1ന് റിസൾട്ട് ഉണ്ടാവും. എന്താണ്? 20 > 40. 20 40-നേക്കാൾ മുകളിലാണെന്നാണ് എഴുതിയിരിക്കുന്നത്. ശരിയാണോ? ശരിയല്ല, ഫോൾസ് ആണ്. ഇതിന്റെ റിസൾട്ട് നോക്കിയേ, 40 < 10 എന്നാണ് എഴുതിയിരിക്കുന്നത്. 40 10-നേക്കാൾ ചെറുതാണെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പം അത് ട്രൂ ആണോ? അതും ട്രൂ അല്ല, അതും ഫോൾസ് അല്ലെ. അപ്പൊ എന്താണ്? ഇനി ആൻഡ് ഉപയോഗിച്ച് ഈ രണ്ട് ഫോൾസിനെ കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ, രണ്ട് ഫോൾസിനെ ആൻഡ് ഉപയോഗിച്ച് കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ റിസൾട്ട് എന്ത് തന്നെയായിരിക്കും? ഫോൾസ് തന്നെയായിരിക്കും. ആൻഡ് ഉപയോഗിച്ച് രണ്ട് ഫോൾസിനെ കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ റിസൾട്ട് എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. രണ്ട് എക്സ്പ്രഷനുകൾ ആൻഡ് ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യുമ്പോൾ, രണ്ട് എക്സ്പ്രഷനുകളെ ആൻഡ് ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യുമ്പോൾ ആ റിസൾട്ടുകളിനകത്ത് ഏതെങ്കിലും ഒരു റിസൾട്ട് ഫോൾസ് ആയി കഴിഞ്ഞാൽ, ഇങ്ങനെയാണ് ഇതിന്റെ ഡെഫിനിഷൻ, ഏതെങ്കിലും ഒരു റിസൾട്ട് ഫോൾസ് ആയി കഴിഞ്ഞാൽ ഫൈനൽ റിസൾട്ട് എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും. ഇപ്പൊ ഈ കേസിൽ രണ്ട് റിസൾട്ടും ഫോൾസ് ആയതുകൊണ്ട് ഫൈനൽ ഫോൾസ് ആയി. ഇനി ആദ്യത്തെ ഫോൾസും രണ്ടാമത്തെ ട്രൂ ആയിട്ട് വരുന്ന ഒരു കണ്ടീഷൻ ആണെങ്കിലും റിസൾട്ട് ഫോൾസ് തന്നെയായിരിക്കും. ഇനി ആദ്യത്തെ ട്രൂവും രണ്ടാമത്തെ ഫോൾസുമായിട്ട് വരുന്ന കണ്ടീഷൻ ആണെങ്കിലും റിസൾട്ട് ഫോൾസ് തന്നെയായിരിക്കും. ഇനി രണ്ടും ട്രൂ ആയിട്ട് വരുന്ന ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ റിസൾട്ട് എന്താവത്തുള്ളൂ? ട്രൂ ആവത്തുള്ളൂ. അതിന്റെ അർത്ഥം ഒരു ഫോൾസ്, എത്ര എക്സ്പ്രഷനുകളെ ആൻഡ് ഉപയോഗിച്ച് കമ്പൈൻ ചെയ്താലും അതിനകത്ത് ഏതെങ്കിലും ഒരു എക്സ്പ്രഷൻ റിസൾട്ട് ഫോൾസ് ആയി പോയി കഴിഞ്ഞാൽ ഫൈനൽ റിസൾട്ട് എന്താവും എന്ന് പറഞ്ഞാൽ ഫോൾസ് ആയി പോകും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഫൈനൽ റിസൾട്ട് ട്രൂ ആയിട്ട് ആൻഡ് ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യുമ്പോൾ റിസൾട്ട് ട്രൂ ആവുന്ന എപ്പോൾ മാത്രമാണ്? ആ കമ്പൈൻ ചെയ്യുന്ന എക്സ്പ്രഷനുകളുടെ റിസൾട്ടുകൾ എല്ലാം ട്രൂ ആവുമ്പോൾ മാത്രമേ റിസൾട്ട് എന്താവത്തുള്ളൂ? ട്രൂ ആവത്തുള്ളൂ. എന്ത് ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യുമ്പോൾ? ആൻഡ് ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യുമ്പോൾ. ഓക്കെ ആണല്ലോ? ഇഫ് ടു റിലേഷണൽ എക്സ്പ്രഷൻ E1 എന്നും E2 എന്നും പറയുന്ന രണ്ട് എക്സ്പ്രഷനുകളെ നമ്മൾ എന്താണ്? ആൻഡ് ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ എന്താണ്? ട്രൂ ആവുന്ന അവസ്ഥ എപ്പോൾ മാത്രമാണ്? ഇഫ് ബോത്ത് E1 ആൻഡ് E2 ആർ ട്രൂ. E1 ഉം E2 ഉം, അതായത് ആദ്യത്തെ എക്സ്പ്രഷനും രണ്ടാമത്തെ എക്സ്പ്രഷനും ട്രൂ ആവുമ്പോൾ മാത്രമേ എന്ത് വരത്തുള്ളൂ? റിസൾട്ട്, ഫൈനൽ റിസൾട്ട് എന്താവത്തുള്ളൂ? ട്രൂ. അല്ലാത്ത കേസിലെല്ലാം, അതായത് രണ്ടും ഫോൾസ് ആയാലും ഈ ഒന്ന് ഫോൾസ് ആയാലും റിസൾട്ട് എന്താവും? ഫോൾസ് ആകും എന്നാണ് പറഞ്ഞത്. നോക്കി എക്സാമ്പിൾ നോക്കാം. എയുടെ വാല്യൂ, ബിയുടെ വാല്യൂ, സിയുടെ വാല്യൂ, മൂന്ന് വാല്യൂസ് തന്നിട്ടുണ്ട്. ഇത് റീപ്ലേസ് ചെയ്ത് നോക്കിയാൽ മതി. എ ഗ്രേറ്റർ ദാൻ ബി എന്ന് വെച്ചാൽ 5ഉം ബിയുടെ വാല്യൂ 4. 5 4-നേക്കാൾ വലുതാണ്. ശരിയാണ്, ട്രൂ ആണ്. അടുത്ത എന്താണ്? എ ലെസ് ദാൻ സി, അതായത് 5 എന്താണ്? 6-നേക്കാൾ ചെറുതാണ്. അതും ട്രൂ ആണ്. രണ്ടും ട്രൂ ആയതുകൊണ്ട് റിസൾട്ട് ട്രൂ ആയി. രണ്ടാമത് നോക്കിയേ, എ ഗ്രേറ്റർ ദാൻ ബി ട്രൂ ആണ്. എ ഗ്രേറ്റർ ദാൻ സി എന്ന് പറയുന്നത് ഫോൾസ് ആണ്. ഒരെണ്ണം ഫോൾസ് ആയി പോയി, അതുകൊണ്ട് റിസൾട്ട് എന്തായി? ഫോൾസ് ആയി. മനസ്സിലാവുന്നുണ്ടോ? ഈ ചാപ്റ്റർ നോക്കിയേ. ഈ ചാപ്റ്റർ 0 എന്ന് വെച്ചാൽ ഫോൾസ്, 1 എന്ന് വെച്ചാൽ ട്രൂ ആണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ആദ്യത്തെ എക്സ്പ്രഷൻ റിസൾട്ട് ഫോൾസ്, രണ്ടാമത്തെ എക്സ്പ്രഷൻ റിസൾട്ട് ഫോൾസ് ആണെങ്കിൽ ഫോൾസ്. ഇവിടെ നോക്കിയേ, എവിടെയെങ്കിലും ഒരു ഫോൾസ് വന്നു കഴിഞ്ഞാൽ റിസൾട്ട് ഫോൾസ് ആയി പോകും. മൊത്തം ട്രൂ ആണെങ്കിൽ മാത്രമേ റിസൾട്ട് ട്രൂ ആവുന്നുള്ളൂ. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇതാണ് ലോജിക്കൽ ആൻഡ് ഓപ്പറേഷൻ ചെയ്യുന്നത്. ലോജിക്കൽ ഓർ ഓപ്പറേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ട് എക്സ്പ്രഷനുകളെ നമ്മൾ ഓർ ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ, രണ്ട് എക്സ്പ്രഷനുകളെ ഓർ ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു എക്സ്പ്രഷന്റെ റിസൾട്ട് ട്രൂ ആയി കഴിഞ്ഞാൽ റിസൾട്ട് എന്തായിക്കോളും? ട്രൂ ആയിക്കോളും. അപ്പൊ എപ്പോഴായാലും ഫോൾസ് ആവുന്നത്? എല്ലാം ഫോൾസ് ആവുമ്പോൾ, രണ്ട് എക്സ്പ്രഷനെ കമ്പൈൻ ചെയ്ത് രണ്ടും ഫോൾസ് ആകുമ്പോൾ മാത്രമേ ഫോൾസ് ആവത്തുള്ളൂ. അല്ലാത്ത എല്ലാ അവസരങ്ങളിലും ഓർ ഉപയോഗിച്ചാണ് കമ്പൈൻ ചെയ്യുന്നതെങ്കിൽ റിസൾട്ട് എന്തായിരിക്കും? ട്രൂ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ വായിച്ചു നോക്കിയാൽ മനസ്സിലാവാം. എന്താണ്? ഇഫ് ടു റിലേഷണൽ എക്സ്പ്രഷൻ E1 ആൻഡ് E2. E1 ഉം E2 എന്ന് പറയുന്നത് റിലേഷണൽ എക്സ്പ്രഷൻ ആണ്. റിലേഷണൽ എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ എന്താ? നമ്മളെ റിലേഷണൽ ഓപ്പറേറ്റർ ഉപയോഗിച്ച് എഴുതിയിരിക്കുന്ന എക്സ്പ്രഷൻ ആണ് അല്ലെ. അപ്പം അത് എപ്പോഴാണ്? ഓൺലി ഇഫ് ബോത്ത് E1 ആൻഡ് E2 ആർ ഫോൾസ്. എപ്പോഴാണ് ഇത് ഫോൾസ് ആവുന്നത്? E1 ഉം E2 ഉം ഫോൾസ് ആവുമ്പോൾ മാത്രമേ റിസൾട്ട് എന്താവത്തുള്ളൂ? ഫോൾസ് ആവത്തുള്ളൂ. അല്ലാത്ത അവസരങ്ങളിലെല്ലാം എന്താണ്? ട്രൂ ആയിരിക്കും. അതായത് രണ്ട് എക്സ്പ്രഷൻ റിസൾട്ടും ഫോൾസ് ആകുമ്പോൾ മാത്രമേ എന്ത് വരുന്നുള്ളൂ? ഫോൾസ് ആവുന്നുള്ളൂ. അല്ലാത്തപ്പോഴെല്ലാം ട്രൂ ആയിരിക്കും. നോക്കിയേ, എയുടെ വാല്യൂ 5, ബിയുടെ വാല്യൂ 4, സിയുടെ വാല്യൂ 6. നോക്കിയേ, എ ഗ്രേറ്റർ ദാൻ ബി. എ എന്ന് പറയുന്നത് 5 ആണ്, ബി എന്ന് പറയുന്നത് 4 ആണ്. എ ഗ്രേറ്റർ ദാൻ ബി ട്രൂ ആണ്. രണ്ടാമത്തെ എ ഗ്രേറ്റർ ദാൻ സി അല്ലെ, എ ലെസ് ദാൻ സി എന്ന് പറഞ്ഞാൽ എന്താണ്? 5 6-നേക്കാൾ. അപ്പൊ രണ്ടും ട്രൂ ആയതുകൊണ്ട് റിസൾട്ട് ട്രൂ ആയി. രണ്ടാമത് നോക്കിയേ, എ ഗ്രേറ്റർ ദാൻ ബി ട്രൂ ആണ്. എ ഗ്രേറ്റർ ദാൻ സി എന്ന് പറയുന്നത് എന്താണ്? ഫോൾസ് ആണ്. എന്നാലും അത് ട്രൂ കിട്ടി. കാര്യം എന്താണ്? ഒരു ട്രൂ കിട്ടിയാൽ മതി. അടുത്ത് നോക്കിയേ, അടുത്ത് എ ലെസ് ദാൻ ബി. എ ലെസ് ദാൻ ബി എന്ന് വെച്ചാൽ ഫോൾസ് ആണ്. എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറയുന്നത് എന്താണ്? ഫോൾസ് ആണ്.
എ ഗ്രേറ്റർ ദാൻ സി, സോറി എ ഗ്രേറ്റർ ദാൻ സി എന്ന് പറയുന്നത് എന്താണ്? ഫോൾസ് ആണ്. സോ റിസൾട്ട് എന്തായി? ഫോൾസ് ആയി. റിസൾട്ട് എന്തായി? ഫോൾസ് ആയി. ഓക്കെ ആണല്ലോ. ഈ ചാർട്ട് നോക്കിയാൽ മനസ്സിലാവും എന്താണ് എവിടെയെങ്കിലും ഒരു 1 വന്നു കഴിഞ്ഞാൽ റിസൾട്ട് 1 ആവുന്നുണ്ട്. 1 എന്ന് വെച്ചാൽ ട്രൂ അല്ലേ? കാരണം ഇവിടെ ഒരു 1 ആയതുകൊണ്ട് റിസൾട്ട് 1 ആയി. ഇവിടെ ഒരു 1 വന്നു, റിസൾട്ട് 1 ആണ് കേട്ടോ. ഇവിടെ പിന്നെ 2 1 ആണ്, പറയേണ്ട കാര്യമില്ല. 2 1 വന്നാലും റിസൾട്ട് 1 തന്നെ ആയിരിക്കും. 1 എന്ന് വെച്ചാൽ ട്രൂ ആണ്, 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൾസ് ആണ്. ലോജിക്കൽ നോട്ട് ഓപ്പറേറ്റർ യഥാർത്ഥത്തിൽ യൂസ് ചെയ്യുന്നത് ഒരു കമ്പൈൻ ചെയ്യാൻ വേണ്ടിയൊന്നുമല്ല, യഥാർത്ഥ റിസൾട്ടിന്റെ റിവേഴ്സ് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ യഥാർത്ഥ റിസൾട്ടിന്റെ എന്താണ് ഓപ്പോസിറ്റ് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു. അപ്പൊ ദിസ് ഓപ്പറേറ്റർ ഈസ് യൂസ്ഡ് ടു നെഗേറ്റ് ദ റിസൾട്ട് ഓഫ് ദ റിലേഷണൽ എക്സ്പ്രഷൻ. റിലേഷണൽ എക്സ്പ്രഷന്റെ റിസൾട്ട് എന്താണോ, ഒരു റിലേഷണൽ എക്സ്പ്രഷന്റെ റിസൾട്ടിന്റെ ഓപ്പോസിറ്റ് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതിന്റെ റിസൾട്ട് ആയിട്ട് വരുന്നത് യഥാർത്ഥ റിസൾട്ടിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. അത് മനസ്സിലാകുന്നുണ്ടോ? ഇതൊരു യൂണിനറി ഓപ്പറേഷൻ ആണെന്ന് പറയാം. നോക്കാം, ഇതൊരു യൂണിനറി ഓപ്പറേറ്റർ എന്ന് നമുക്ക് പെടുത്താം. ഇഫ് ദ ഇൻപുട്ട് ഈസ് ട്രൂ, ഔട്ട്പുട്ട് വിൽ ഫാൾസ് ആൻഡ് വൈസ് വേഴ്സ. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ 20 ഗ്രേറ്റർ ദാൻ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് എന്താണ്? അതിന്റെ റിസൾട്ട് 20 10നേക്കാൾ കൂടുതലാണ്. അതിന്റെ റിസൾട്ട് ട്രൂ ആണ്. മനസ്സിലാകുന്നുണ്ടോ? എന്നാൽ ഇതിനെ ഞാൻ നോട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ച് ഞാൻ ഒരു ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ, ഇതിന്റെ ഫ്രണ്ടിൽ ഒരു നോട്ട് ഓപ്പറേറ്റർ കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ റിസൾട്ട് വരുന്നത് ഫോൾസ് എന്നായിരിക്കും. എങ്ങനെയാണ് മനസ്സിലായോ? ഇതിന്റെ യഥാർത്ഥ റിസൾട്ട് ട്രൂ ആണ്, പക്ഷേ ഈ ട്രൂവിന്റെ മുമ്പിൽ ഒരു നോട്ട് ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോൾ റിസൾട്ട് എന്തായിട്ട് മാറും? ഫോൾസ് ആയിട്ട് മാറും. മനസ്സിലായി വിചാരിക്കുന്നു. മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 20 ലെസ് ദാൻ 10, 20 10നേക്കാൾ എന്താണ് ചെറുതാണെന്നാണ്, 20 10നേക്കാൾ ചെറുതാണെന്നാണ് എഴുതിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിന്റെ റിസൾട്ട് എന്താണ്? ഫോൾസ് ആണ്. പക്ഷേ നോട്ട് ഓപ്പറേറ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് റിസൾട്ട് എന്തായിട്ട് മാറും? ട്രൂ ആയിട്ട് മാറും. ഇതാണ് നോട്ട് ഓപ്പറേറ്ററിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. കണ്ടോ, 5ഉം 4ഉം വെച്ചൊന്ന് ചെയ്ത് നോക്കിയേ. 5 എയുടെ വാല്യൂ 5, ബിയുടെ വാല്യൂ 4. 5 ലെസ് ദാൻ ബി, 5 4നേക്കാൾ ചെറുതാണെന്നാണ് എഴുതിയിരിക്കുന്നത്. ഫോൾസ് ആണ് ഇതിന്റെ റിസൾട്ട്. പക്ഷെ നോട്ട് ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് ട്രൂ ആയിട്ട് മാറി. ഇത് നോക്കിയേ, ഇതിന്റെ റിസൾട്ട് ട്രൂ ആണ്. എ എന്ന് പറയുന്ന ബിയേക്കാൾ വലുതാണ്. പക്ഷെ നോട്ട് ഓപ്പറേഷൻ ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിന്റെ റിസൾട്ട് എന്തായിട്ട് മാറി? ഫോൾസ് ആയിട്ട് മാറി. മനസ്സിലാകുന്നുണ്ടോ? അപ്പം എക്സ്പ്രഷൻ 1ന്റെ റിസൾട്ട് 0 ആണെങ്കിൽ നോട്ട് E1 ചെയ്ത് കഴിയുമ്പോൾ എക്സ്പ്രഷനെ നോട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് റിസൾട്ട് അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ നോട്ട് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അത്രയായിരുന്നു ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. അപ്പൊ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആൻഡ്, ഓർ, നോട്ട്. നമ്മളുടെ ഡെഫിനേഷൻ പറയുന്നത് എങ്ങനെയാണ്? റിലേഷണൽ എക്സ്പ്രഷനുകളെ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് അല്ലെ. നോട്ട് ഓപ്പറേറ്റർ അതല്ല ചെയ്യുന്നെങ്കിൽ കൂടിയും റിലേഷണൽ എക്സ്പ്രഷനെ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ലോജിക്കൽ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. അടുത്തത് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ. അടുത്ത 2 ഓപ്പറേറ്റേഴ്സ് ആണ് ഇൻപുട്ട് ഓപ്പറേറ്ററും ഔട്ട്പുട്ട് ഓപ്പറേറ്ററും. നോക്കാം. ഈ ആദ്യം കാണുന്നതാണ് ഇൻപുട്ട് ഓപ്പറേറ്റർ, രണ്ടാമത് കാണുന്നതാണ് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ. എന്താണ് ഇൻപുട്ട് ഓപ്പറേറ്ററിന്റെ ഉപയോഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻപുട്ട് ഓപ്പറേറ്റർ ചെയ്യുന്നത് നമ്മുടെ കീബോർഡിൽ നിന്ന് അല്ലെങ്കിൽ ഇൻപുട്ട് ഡിവൈസിൽ നിന്നും കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിലേക്ക് എന്തെങ്കിലും വാല്യൂസിനെ സ്റ്റോർ ചെയ്യുവാൻ വേണ്ടി, ഇൻപുട്ട് ചെയ്യുവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേറ്ററാണ് എന്ന് പറയുന്നത് ഇൻപുട്ട് ഓപ്പറേറ്റർ. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അതിന്റെ ഓപ്പറാൻഡുകൾ എന്ന് പറയുന്നത് ഇൻപുട്ട് ഓപ്പറേറ്റർ ഉണ്ടാവും. അതിന്റെ അപ്പുറവും ഇപ്പുറവും കിടക്കുന്നത് ഒന്ന് ഏത് ഇൻപുട്ട് ഡിവൈസിൽ നിന്നാണ് ഡേറ്റ വരുന്നത്, ഒരു ഇൻപുട്ട് ഡിവൈസിനെ സൂചിപ്പിക്കുന്ന ഒരു വാക്കുണ്ടാവും. അതിന്റെ റൈറ്റ് സൈഡിൽ എങ്ങോട്ടാണോ വാല്യൂ പോയി സ്റ്റോർ ചെയ്യേണ്ട ആ വേരിയബിൾ എന്ന് വെച്ചാൽ മെമ്മറി ലൊക്കേഷൻ, ആ വേരിയബിളിന്റെ പേരും ഉണ്ടാവും. അപ്പം നോക്കിയേ, ഇൻപുട്ട് ഓപ്പറേറ്റർ എന്ന് വെച്ചാൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? അപ്പൊ ഇതാണ് ഇൻപുട്ട് ഓപ്പറേറ്റർ, ഇതിനാണ് ഇൻപുട്ട് ഓപ്പറേറ്റർ. ഗെറ്റ് ഫ്രം ഓപ്പറേറ്റർ എന്ന് വിളിക്കും. എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ എന്ന് മറ്റൊരു പേരുണ്ട്. അപ്പൊ ഇൻപുട്ട് ഓപ്പറേറ്ററിന്റെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ എഴുതുന്നത് ഏത് ഇൻപുട്ട് ഡിവൈസിനെ സൂചിപ്പിക്കാനാണ്. നമ്മൾ ഓരോ ഇൻപുട്ട് ഡിവൈസിനെ നമ്മൾ ഓരോ വാക്ക് ഉപയോഗിച്ചാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഏത് ഇൻപുട്ട് ഡിവൈസിൽ നിന്നാണ് ഡേറ്റ വരുന്നതെന്ന് സൂചിപ്പിക്കുന്ന വാക്കായിരിക്കും ഇവിടെ എഴുതുന്നത്. ഇവിടെ റൈറ്റ് സൈഡിൽ എഴുതുന്നത് എന്തായിരിക്കും? ഏത് വേരിയബിളിലേക്കാണ്, ഏത് മെമ്മറി ലൊക്കേഷനിലേക്കാണ് ഈ വാല്യൂ പോയി സ്റ്റോർ ആവേണ്ടത് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ഈ ക്രിയ അല്ലെങ്കിൽ ഈ ഒരു ഓപ്പറേഷൻ എഴുതുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഇൻപുട്ട് ഓപ്പറേറ്റേഴ്സ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ഡേറ്റ given through the keyboard in a memory location. കീബോർഡ് മാത്രമല്ല, എന്നാൽ നമ്മൾ ഇവിടെ അങ്ങനെ പറയുന്നു. അപ്പൊ ഇൻപുട്ട് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് എന്താണ്? കീബോർഡിൽ നിന്ന് വരുന്ന വാല്യൂസിനെ എവിടെ എത്തിക്കാൻ വേണ്ടിയാണ്? മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ്. ഇൻപുട്ട് ഓപ്പറേറ്റർ ഏതാണെന്ന് ഞാൻ കാണിച്ചു തന്നു. ഇതിനെയാണ് ഇൻപുട്ട് ഓപ്പറേറ്റർ എന്ന് വിളിക്കുന്നത്. ഇതിന് 2 പേരുകളുണ്ടെന്ന് പറഞ്ഞു, ഗെറ്റ് ഫ്രം ഓപ്പറേറ്റർ ആൻഡ് എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ. ഔട്ട്പുട്ട് ഓപ്പറേറ്റർ നേരെ തിരിച്ചാണ്. നമ്മുടെ പ്രോഗ്രാമിൽ നിന്ന് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ മെമ്മറിയിൽ നിന്നും എന്തെങ്കിലും വാല്യൂസിനെ എവിടെ എത്തിക്കുക? സ്ക്രീനിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ പ്രോഗ്രാമിൽ നിന്നും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെമ്മറിയിൽ നിന്നോ പ്രോഗ്രാമിൽ നിന്നോ ഒക്കെ നമുക്ക് വാല്യൂസിനെ എവിടെ എത്തിക്കാൻ വേണ്ടിയുള്ളതാണ്? മോണിറ്ററിലേക്കോ അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡിവൈസിലേക്കോ എത്തിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററാണ് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ. ഔട്ട്പുട്ട് ഓപ്പറേറ്ററിന് 2 പേരുകളുണ്ട്, പുട്ട് ഓപ്പറേറ്റർ എന്നും ഇൻസേർഷൻ ഓപ്പറേറ്റർ എന്നും. വെരി ഇമ്പോർട്ടന്റ്, ആ പേരുകൾ ഓർത്ത് വെക്കുക.
അടുത്ത അസൈൻമെന്റ് ഓപ്പറേറ്റർ. അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ഡബിൾ ഈക്വൽ ടു തന്നെ വിളിക്കത്തില്ല, അതിന് ഈക്വൽ ടു എന്നാണ് വിളിക്കുന്നത് കേട്ടോ. അത് ഇതിനകത്ത് വരുന്നതാണ്, ഏത് ഗണത്തിൽ വരുന്നതാണ്, റിലേഷണൽ ഓപ്പറേറ്ററിന്റെ ഗണത്തിൽ വരുന്നതാണ്, ഇതിന് ഈക്വൽ ടു എന്നാണ് വിളിക്കുന്നത്. അപ്പൊ നമ്മുടെ സാധാരണ മാത്സിനകത്ത് ഉപയോഗിക്കുന്ന ഒരു ഈക്വൽ ടു അല്ലെങ്കിൽ ഈ സാധനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ. അപ്പോൾ സാധാരണ നമ്മൾ മാത്സിൽ യൂസ് ചെയ്യുന്ന സിംഗിൾ ഈക്വൽ ടുവിനെ നമ്മൾ ഇവിടെ വിളിക്കുന്ന ഒരു അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്നും, ഈക്വൽ ടു എന്ന് പറയുന്ന ഓപ്പറേറ്റർ C++ലുണ്ട്. അത് യഥാർത്ഥത്തിൽ രണ്ട് ഈക്വൽ ടു ഇടുന്നതിനാണ്, അതല്ലെങ്കിൽ അതിനെ ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സിന്റെ കാറ്റഗറി വരുന്നത്. അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് വെച്ചാൽ അസൈൻ ചെയ്യുക, വാല്യൂവിനെ അസൈൻ ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഒരാൾക്ക് ഏൽപ്പിക്കുക അല്ലെ, അയാളെ ചുമതലപ്പെടുത്തുക, അതിനൊക്കെ അസൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതേ മീനിങ് തന്നെയാണ് ഇവിടെ അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വേരിയബിളിലേക്ക് നമുക്കൊരു വാല്യൂവിനെ പ്രോഗ്രാമിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് കൊടുക്കണമെങ്കിൽ അല്ലെ, പ്രോഗ്രാം കീബോർഡിൽ നിന്നൊന്നുമല്ല, കീബോർഡിൽ നിന്ന് വരുമ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്, ഇൻപുട്ട് ഓപ്പറേറ്റർ. ഇവിടെ നമ്മളൊരു പ്രോഗ്രാമിൽ നിന്ന് നമ്മളേക്ക് ഒരു വാല്യൂവിലേക്ക് ഒരു എന്താ പറയുന്നത്, ഒരു വേരിയബിളിലേക്ക്, വേരിയബിൾ എന്താണെന്ന് അറിയാലോ, മെമ്മറി ലൊക്കേഷൻ, ആ മെമ്മറി ലൊക്കേഷനിലേക്ക് എന്തെങ്കിലും വാല്യൂവിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത് അല്ലെ. അന്ന് വായിച്ചു നോക്കിയേ, അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്താണ്, ഈസ് യൂസ്ഡ് ടു സ്റ്റോർ എ വാല്യൂ ഇൻ എ മെമ്മറി ലൊക്കേഷൻ. ഒരു മെമ്മറി ലൊക്കേഷനിൽ ഒരു വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ്. ഇതൊരു ബൈനറി ഓപ്പറേറ്റർ ആണ്. ബൈനറി ഓപ്പറേറ്റർ എന്ന് വെച്ചാൽ അപ്രോ ഇപ്രോ, ഓപ്പറേറ്ററിന്റെ അപ്രോ ഇപ്രോ ഒക്കെ വാല്യൂ ഉണ്ടാവും, അതിനാണ് എന്ത് പറയുന്നത്, ബൈനറി ഓപ്പറേറ്റർ. മനസ്സിലാകുന്നുണ്ടോ? ഇതിനകത്ത് രണ്ട് ഓപ്പറാൻഡുകൾ ഉണ്ടാവും, അതുകൊണ്ട് തന്നെയാണല്ലോ ഇതിനെ ബൈനറി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. രണ്ട് ഓപ്പറാൻഡുകൾ ഉണ്ടെങ്കിൽ മാത്രമല്ലേ ബൈനറി ഓപ്പറേറ്ററിനകത്തുള്ളൂ. നോക്കിയതാണ്ട് A ഈക്വൽ ടു ബി എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയോ, എയിലേക്ക് ബിയുടെ വാല്യൂവിനെ അസൈൻ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ബിക്ക് ഇപ്പൊ 10 എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ടായിരുന്നെങ്കിൽ ആ വാല്യൂവിനെ ആർക്ക് കൊടുക്കുക, എയ്ക്ക് കൊടുക്കുക. ബിയുടെ വാല്യൂ കൊടുത്ത് മാഞ്ഞു പോകുന്നൊന്നുമില്ല, ബിയുടെ വാല്യൂ 10 തന്നെ ആയിരിക്കും. എന്നാൽ ആ വാല്യൂവിനെ ആർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുകയാണ്, എയ്ക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ബിയുടെ വാല്യൂ എന്താണോ അതിനെ ആർക്ക് അസൈൻ ചെയ്യുന്നു, എയിലേക്ക് അസൈൻ ചെയ്യുന്നു. അല്ലെങ്കിൽ എന്താണ്, ഇങ്ങനെ എഴുതാം, A is equal to 3 എന്ന് വെച്ചാൽ എന്താണ്, 3 എന്ന് പറയുന്ന വാല്യൂവിനെ ആർക്ക് അസൈൻ ചെയ്യുന്നു, എയിലേക്ക് അസൈൻ ചെയ്യുന്നു. മനസ്സിലാവുന്നു? 3 എന്ന് പറയുന്ന ഒരു വില ആർക്ക് കൊടുക്കുന്നു, എയ്ക്ക് കൊടുക്കുന്നു. മറ്റേത് ബിയുടെ വില എന്താണോ ആ വില ആർക്ക് കൊടുക്കുന്നു, എയ്ക്ക് കൊടുക്കുന്നു. മനസ്സിലാവുന്നല്ലോ? രണ്ടും അസൈൻമെന്റ് തന്നെയാണ് നടക്കുന്നത്, രണ്ടും അസൈൻമെന്റ് തന്നെയാണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അസൈൻമെന്റ് ഓപ്പറേറ്ററും അതേപോലെ തന്നെ എന്താണ്, ഈക്വൽ ടു ഓപ്പറേറ്ററും അല്ലെ, അസൈൻമെന്റ് ഓപ്പറേറ്ററും ഈക്വൽ ടു ഓപ്പറേറ്റർ. ആദ്യത്തെ റിലേഷണൽ ഓപ്പറേറ്റർ ആണ്. രണ്ട് ഈക്വൽ ടു തന്നെ നമ്മൾ വിളിച്ചു റിലേഷണൽ ഓപ്പറേറ്റർ ആണ്. രണ്ട് വാല്യൂസിനെ താരതമ്യം ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട്? രണ്ട് വാല്യൂസിനെ, ഫോർ എക്സാമ്പിൾ 20 ഈക്വൽ ടു 10 20 ഡബിൾ ഈക്വൽ ടു 10 എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതിന്റെ മീനിങ് ഇപ്പുറവും കിടക്കുന്ന വാല്യൂ തുല്യമാണെന്നാണ് അതിന്റെ മീനിങ്. എന്നാൽ ഇത് തുല്യമല്ല, ഇതിന്റെ റിസൾട്ട് ഫോൾസ് ആയിരിക്കും. എപ്പോഴും റിലേഷണൽ എക്സ്പ്രഷൻ റിസൾട്ട് ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. എന്നാൽ 10 ഈക്വൽ ടു 10 എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതിന്റെ റിസൾട്ട് ട്രൂ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ താരതമ്യം ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, കമ്പയർ ചെയ്യാൻ വേണ്ടിയാണ്. ഇവിടെ നോക്കി, A ഈക്വൽ ടു ബി, ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്, എയ്ക്ക് ഒരു വാല്യൂ ഉണ്ടാവും, ബിക്ക് ഒരു വാല്യൂ ഉണ്ടാവും. ആ രണ്ട് വാല്യൂ തുല്യമാണെങ്കിൽ ഇതിന്റെ റിസൾട്ട് എന്തായിരിക്കും, ട്രൂ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? C ഈസ് ഈക്വൽ ടു 3, ഇതിന്റെ റിസൾട്ട് എന്തായിരിക്കും വരുന്നത്, സി ഒരു മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും. ആ മെമ്മറി ലൊക്കേഷനകത്ത് കിടക്കുന്ന വാല്യൂ 3 ആണെങ്കിൽ എന്തിരിക്കും, റിസൾട്ട് ട്രൂ ആയിരിക്കും വരുന്നത്. 3 ആണോ എന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം എയുടെയും ബിയുടെയും വാല്യൂ തുല്യമാണോ എന്ന് കമ്പയർ ചെയ്യുന്നു. അതേപോലെ തന്നെ എന്താണ്, എയുടെയും സിയിൽ കിടക്കുന്ന വാല്യൂ എന്താണ്, 3 ആണോ എന്ന് കമ്പയർ ചെയ്യുന്നു. കമ്പയർ ചെയ്യുന്നു. അടുത്ത എന്താണ്, അസൈൻമെന്റ് ഓപ്പറേറ്റർ. അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്താണെന്ന് ഞാൻ പറയുന്നത്, സ്റ്റോർ എ വാല്യൂ ഇൻ എ വേരിയബിൾ. ഒരു വേരിയബിളിലേക്ക് വാല്യൂവിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, അസൈൻമെന്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്, ഒരു വേരിയബിളിലേക്ക് വാല്യൂവിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി. ഫോർ എക്സാമ്പിൾ, A is equal to B എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞല്ലേ, ബിയുടെ വാല്യൂ ആർക്ക് കൊടുക്കുക, എയ്ക്ക് കൊടുക്കുക. C is equal to 3 എന്ന് വെച്ചാൽ 3യുടെ വാല്യൂ ആർക്ക് കൊടുക്കുക, 3 എന്ന് പറയുന്ന വാല്യൂ എന്തിനു കൊടുക്കുക, C എന്ന് പറയുന്ന വേരിയബിളിലേക്ക് കൊടുക്കുക. മനസ്സിലാകുന്നുണ്ടോ? വേരിയബിൾ എന്താണെന്നൊക്കെ കഴിഞ്ഞ ക്ലാസ് പഠിച്ചതാണ്. അതുകൊണ്ട് അത് കണ്ടില്ല, മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ കണ്ടിട്ട് വേണം ഇതൊക്കെ കേൾക്കാനെങ്കിലേ ഇതൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പം നമ്മൾ ഇന്ന് ഓപ്പറേറ്റേഴ്സ് ഇവിടെ തീരുന്നു. ഇനി കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഈ ചാപ്റ്ററിന്റെ പേര് ഡാറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് ആണെങ്കിലും ഓപ്പറേറ്റേഴ്സ് ഇത്രയേ ഉള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് കുറെ ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഇപ്പൊ ചിലപ്പോൾ കമ്പ്യൂട്ടർ സയൻസിന്റെ ടെക്സ്റ്റ് എടുത്ത് നോക്കാൻ ഇനി കുറെ കൂടെ പഠിക്കാനുണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ട് അത് അടുത്ത ചാപ്റ്ററിലായിട്ടാണ് കൊമേഴ്സുകാർക്ക് കിടക്കുന്നത്. തീർച്ചയായിട്ടും ആ ചാപ്റ്ററിനെ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ അത് കണ്ടാൽ മതി. അതിനകത്തുണ്ടാവും നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും. അപ്പോൾ ചാപ്റ്ററിന്റെ ഒരു ചെറിയ വ്യത്യാസം ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. അല്ലെങ്കിൽ കണ്ടന്റ് ബേസ് എല്ലാം സെയിം തന്നെയാണ് C++ പഠിക്കാനുള്ളത്. കുറച്ച് കാര്യങ്ങൾ കൂടുതൽ ആർക്കുണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ആർക്കുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് ഞാൻ പ്രത്യേകം ക്ലാസ് എടുത്ത് തരാം. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, അതിനകത്ത് ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പിന്നെ കുറച്ച് ആൾക്കാർ പറയുന്നതാണ് സൗണ്ടിന്റെ പ്രശ്നങ്ങൾ പറയുന്നത്. ദയവ് ഇത് ഹെഡ്സെറ്റ് യൂസ് ചെയ്യുക. ഹെഡ്സെറ്റ് യൂസ് ചെയ്ത് കേൾക്കാമെങ്കിൽ എനിക്ക് തോന്നുന്നു സൗണ്ട് ഉണ്ടാവും. അതുകൊണ്ട് ഹെഡ്സെറ്റ് യൂസ് ചെയ്ത് ക്ലാസ് കേൾക്കാൻ ശ്രമിക്കുക.
അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ വായിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ വീണ്ടും നിങ്ങൾ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ്. അതേപോലെ തന്നെ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിന്റെ അടുത്ത ഭാഗമായിട്ട് ഉടനെ തന്നെ കാണാം. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബൈ.